ഈ ഏവിയറി ഒക്കെ ഉള്ളപ്പോൾ ബേർഡ്സ് ഇഞ്ചുർ ആയിട്ട് വരത്തില്ലേ? അപ്പോൾ അങ്ങനെ ഇഞ്ചേർഡ് ആയ ഒരു ബേർഡായിരുന്നു ഇവന്. ഇങ്ങനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ട്രീറ്റ് ചെയ്ത് അവരെ തിരിച്ച് നമ്മൾ ഏവിയറിയിൽ കൊണ്ടുവിട്ടാൽ അവര് സേഫായിട്ട് ഏവിയറിയിൽ മറ്റുള്ള ബേർഡ്സിന്റെ കൂടെ മിങ്കിൾ ചെയ്ത് ജീവിക്കുമോ? ഞാൻ ഇന്ന് എൻ്റെ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഞാൻ അങ്ങനെ റെസ്ക്യൂ ചെയ്ത് എൻ്റെ ഒരു കുഞ്ഞി ബേർഡാണ് ഇവന്. ഇവിടെ കണ്ടോ, ഇവിടെ ബീഫൊക്കെ പോയി ഫുള്ള് ഇഞ്ചറൊക്കെ ആയി ഇരുന്ന ഒരു ബേർഡായിരുന്നു. ഞാൻ അവനെ എടുത്ത് താഴെ ട്രീറ്റ് ചെയ്ത് ക്യൂർ ചെയ്ത് അവനെ ഈ ഏവിയറിയിലോട്ട് കൊണ്ട് വിട്ടതാണ്. ഫ്രീ ഫ്ലൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് എടുക്കുന്നുണ്ട്. മറ്റുള്ള ബേർഡ്സുമായിട്ടൊക്കെ ഭയങ്കര വഴക്കുമാണ്. അപ്പോൾ ഇവനെ ഞാൻ എടുത്തതും ഇവനെ റെസ്ക്യൂ ചെയ്തതും ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എന്നിട്ട് അവസാനം വരെ കാണണം. ഞാൻ 7 years മുന്നേ റെസ്ക്യൂ ചെയ്ത ഒരു ബേർഡ് ഇപ്പോഴും എൻ്റെ കേജിലുണ്ട്. അവനെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. 1 month മുന്നേ എൻ്റെ കോളനി കേജിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഈ കുഞ്ഞിനെ. ഈ കിളികളുടെ എല്ലാം കൂടെ അതിനെ കൊത്തി താഴെ ഇട്ടതാണ് പോട്ടിൽ നിന്ന്. ആരുടെ കുഞ്ഞാണെന്നറിയാത്തതുകൊണ്ട് ഞാൻ താഴെ കൊണ്ടുവന്നു. എൻ്റെ റൂമിൽ ഞാൻ ഇതുപോലൊരു ട്രീറ്റ്മെൻറ്റ് സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് എമർജൻസി ആയിട്ടുള്ള മെഡിക്കേഷൻസ് എല്ലാം കൂടെ വെച്ച്. ഇവിടെയാണ് ഞാൻ സാധാരണ ബേർഡ്സിനെ, ഇതുപോലുള്ള ഇഞ്ചേർഡ് ആയിട്ടുള്ള ബേർഡ്സിനെയൊക്കെ ഞാൻ കൊണ്ടുവരുന്നത്. ഇതിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടുള്ളതാണ്. മുഖത്തെച്ചിലൂടെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീനാക്കി. പിന്നെ ഇത് കുറച്ച് വലുതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞാനതിനെ കുറച്ച് ബേർഡ്സിൻ്റെ കൂടെ ഞാൻ അതിനെ ഇട്ടതാണിത്. ഇപ്പം വലിയ ബേർഡ്സിൻ്റെ കൂടെ ഫ്ലൈയിങ് കേജിൽ ഞാൻ വിടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായി. ഇത് ഇപ്പം നല്ലതായിട്ട് മറ്റുള്ള ബേർഡ്സിൻ്റെ കൂടെ ഒക്കെ നന്നായിട്ട് മിങ്കിൾ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലാതെ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇന്നലെ എൻ്റെ ആ കുഞ്ഞു പിള്ളേരെ എല്ലാം കൂടെ ഞാൻ വേറൊരു കേജിൽ മാറ്റിയിട്ടതാണ്. അവർക്ക് കുറേ ടോയ്സൊക്കെ കൊടുത്ത്, കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് കളിക്കാനായിട്ട്. ഇതുപോലെ എന്തെങ്കിലും ഒക്കെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ആനിമൽസിനെ അല്ലെങ്കിൽ ബേർഡ്സിനെ കാണുവാണെങ്കിൽ നിങ്ങളൊരു ചെറിയൊരു ഹെൽപ്പ്, ജസ്റ്റ് ഒരു വെള്ളം കൊടുക്കുകയാണെങ്കിലും അത് ഓക്കെയാണ്. കാരണം ഒരു പെറ്റ് ഇതുപോലെ രക്ഷപ്പെട്ട് കിട്ടുവാണെങ്കിൽ അതിൽ വരെ സന്തോഷം വേറൊന്നുമില്ലല്ലോ. ഞാനും അതൊക്കെ തന്നെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ ട്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എല്ലാ ബേർഡ്സിനെയും അല്ലെങ്കിൽ പെറ്റ്സ് ആനിമൽസിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇവരെയൊക്കെ സേവ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയ പോലെ പറ്റുന്ന പോലെ ഉള്ളൊരു കേജും അതിന് വെള്ളവും ഫുഡും ഒക്കെ കൊടുത്ത് അതിനെ ഹാപ്പി ആയിട്ട് നമ്മൾ നോക്കുക. എൻ്റെ ഈ കിളി ഇതുപോലെ ഓടി നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ കാണുമ്പം എനിക്കൊരു സന്തോഷമാണ്. ഞാൻ അതിനെ അത് ചെറിയൊരു ഹെൽപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ചത്തുപോയനേമായിരുന്നു. അതൊരിക്കലും സർവൈവ് ചെയ്യത്തില്ലായിരുന്നു. ഞാൻ ഒരിക്കലും വിചാരിച്ചു പോലും ഇല്ല ഇത് ഇത്രയൊക്കെ സർവൈവ് ചെയ്യുമെന്ന്. ഇവനെ ഞാൻ 7 years മുന്നേ ഫസ്റ്റ് ഞാൻ എൻ്റെ ബേർഡിനെ വാങ്ങിക്കുമ്പം ഞാൻ 2 പേരിനെയാണ് വാങ്ങിച്ചത്. അവിടെ ബേർഡിനെ വാങ്ങിക്കാൻ പോയ ഷോപ്പിൽ ഇവനിങ്ങനെ കാലൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ ഒലിപ്പിച്ച് ഇങ്ങനെ ഒരു കോർണറിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് ഞാൻ ഇവനെ എടുത്തോണ്ട് വന്ന വീട്ടിൽ. ഇവൻ്റെ കാലെല്ലാം മുറിഞ്ഞു പോയായിരുന്നു. അവനെ ഞാൻ അന്ന് റെസ്ക്യൂ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവൻ ചത്തുപോയനായിരുന്നു. ഇവൻ ജീവിക്കലായിരുന്നു. പക്ഷേ ഇവനെ ഞാൻ മറ്റുള്ള ബേർഡ്സിന്റെ കൂടെ ഒന്നും എടുത്തില്ല. കാരണം അവരെല്ലാം ഇവനെ കൊത്തുകയല്ലേ. ഇവനൊരു കാലില്ല. എന്റെ കണ്ട ഇവന് ഈ കാലില്ല. പക്ഷേ ഞാൻ എൻ്റെ ഈ ചെറിയ ഏവറി മുതൽ ഈ വലിയ ഏവറി ആയപ്പോഴെല്ലാം ഇവനെ ഫ്രീ ഫ്ലൈറ്റിലാണ് വിട്ടുകൊണ്ടിരുന്നത്. മറ്റുള്ള ബേർഡ്സിന്റെ കൂടെ ഞാൻ വിട്ടിട്ടേ ഇല്ല, കാരണം എനിക്ക് പേടിയായതുകൊണ്ട്. പക്ഷെ ഈ ഏവിയറിയിൽ വന്ന് ഞാൻ ഫ്രീ ഫ്ലൈറ്റിന് മറ്റുള്ള ബേർഡ്സിന്റെ കൂടെ ഒക്കെ ഇട്ടപ്പോൾ അവന് ഒരു കുഴപ്പവും ഇല്ലാണ്ട് നന്നായിട്ട് പറന്ന് എൻജോയ് ചെയ്താണ് അവൻ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റെസ്ക്യൂ ചെയ്താൽ നമുക്കൊരു ഹാപ്പിനെസ് ആണ്. നമ്മളൊരു ബേർഡിനെ സേവ് ചെയ്തു എന്നുള്ളത് നമുക്കതൊരു കൈൻഡ്നെസ്, നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഇവരെങ്ങനെയാണ് അത്രയും സ്ട്രഗിളിൽ കൂടെ പോയിട്ട് പോലും അവർ ഇത്രയും നന്നായിട്ട് രക്ഷപ്പെടുത്തി വന്നല്ലോ. നമ്മൾ അതിനൊരു കാരണമായല്ലോ ഈ ഒരു ബേർഡിനെ രക്ഷപ്പെടുത്താനായിട്ട്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ ഒരു ഹാപ്പിനെസ്, അത്രേ ഉള്ളൂ. മെയിൻലി എനിക്ക് വയ്യാത്ത ബേർഡ്സുകളാണ് കൂടുതലുള്ളത്. എന്നുവെച്ചാൽ പ്രായമായിട്ട് ബേർഡ് ഷോപ്പിലൊക്കെ കൊണ്ടുപോയി വിൽക്കുന്ന ബേർഡ്സ് ആണ് പകുതിയും ഉള്ളത്. 2-3 കോക്കറ്റെയിൽസ് എൻ്റെ കയ്യിലുള്ളത്. പ്രായമായ ബേർഡ്സിനെ ഇതുപോലെ ഫാമിലീസ് വെറുതെ കൊണ്ട് വിട്ടിട്ട് പോയ ബേർഡ്സ് ആണ് എൻ്റെ കയ്യിലുള്ളത്. അവരെ ഞാൻ ബ്രീഡ് ചെയ്യിക്കാൻ വേണ്ടിയൊന്നുമല്ല, പക്ഷേ അവർക്ക് നല്ലൊരു ലൈഫ് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ ഏരിയയിൽ വെക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.